വെൽക്കം ടു എജുസോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ഒരു ചാപ്റ്ററിന്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം ഏതാണ്? 0.008 എന്ന സംഖ്യയുടെ ഭിന്നരൂപം ഏത് എന്നതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ എന്ത് എഴുതണം? ആ നമ്പർ എടുത്ത് എഴുതണം അല്ലെ. ഇവിടെ ഏതാണ് ആ സംഖ്യ വരുന്നത്? 8 ആണ് വരുന്നത് അല്ലെ. ഓക്കെ, 8 ഡിവൈഡഡ് ബൈ 1 കൊടുക്കാം. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു? ഡെസിമലിന് ശേഷം എത്ര പ്ലേസുകൾ ഉണ്ടോ അത്രയും സീറോസ് ആഡ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 3 പ്ലേസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എത്ര സീറോസ് ആഡ് ചെയ്യണം? 1 2 3 അല്ലെ. അതായത് 3 സീറോസ് നമ്മളവിടെ ആഡ് ചെയ്യണം. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? 8/1000. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? രണ്ടാമത്തത് 8.035. ഇതിന്റെ തുല്യമായ ഭിന്നസംഖ്യാ രൂപം ഏതെന്നാണ് ചോദിച്ചത് അല്ലെ. അതായത് 8.035. ഈ ഒരു കേസിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാം. എന്താണ്? 8 ഡെസിമലിന് മുന്നേ വന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു നമ്പർ നമ്മൾ എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ നമ്പർ എടുക്കണം. ഓക്കെ, അതായത് എങ്ങനെ എഴുതേണ്ടത്? 8035 ഇങ്ങനെ തന്നെയാണ് നമ്പർ എഴുതേണ്ടത്. ഡെസിമലിന് മുന്നുള്ള നമ്പർ ഒഴിവാക്കിയിട്ടല്ല എഴുതുക, അല്ലാതെ തന്നെ എഴുതുക കേട്ടോ. ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അതിനുശേഷം നമ്മൾ 0 ഇടുമ്പോഴാണ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂസിന്. ഓക്കെ, ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്ര എണ്ണ ഉള്ളത്? 3 വാല്യൂസ് ആണ് അവിടെ വരുന്നത് അല്ലെ. അതായത് 3 പ്ലേസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എത്ര സീറോസ് ആഡ് ചെയ്യണം? 3 എണ്ണം അവിടെ ആഡ് ചെയ്യണം. 1 2 3. അപ്പൊ 8035 ഡിവൈഡഡ് ബൈ ഏതാണ് വരുന്നത്? 1000 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ പലർക്കും കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഫാക്റ്റ് ആണ്, നമ്മളൊരു ഡെസിമൽ നമ്പറിനെ 10 കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ ഡെസിമലിന്റെ പ്ലേസ് വലത്തോട്ടാണോ നീങ്ങുന്നത് അതോ ഇടത്തോട്ടാണോ നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് തീർക്കാം. 35.26 ഇൻറ്റു 10, അതേപോലെ തന്നെ 35.26 ഡിവൈഡഡ് ബൈ 10. ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെയാണ് ഡെസിമലിന്റെ പ്ലേസ് മാറുന്നത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ 35.26 ഇൻറ്റു 10, അതായത് ഗുണിക്കുന്ന സമയത്ത് ഈ ഒരു ഡെസിമൽ പ്ലേസ് വലത്തോട്ടാണ് നീങ്ങുന്നത്. അതായത് 35.26 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ, അതായത് ഗുണിക്കുന്ന സമയത്ത് ഡെസിമൽ പ്ലേസ് എങ്ങോട്ടാണ് പോകുന്നത്? വലത്തേക്കാണ് പോകുന്നത്. അതിനു പകരം 35.26 ഡിവൈഡഡ് ബൈ 10 ഹരിക്കണം 10 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലേസ്, ഡെസിമൽ പ്ലേസ് എങ്ങോട്ടാ പോവുക? ഇടത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. 35.26 ഇൻറ്റു 10 എന്ന് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് പോണതെന്ന് നമ്മൾ പറഞ്ഞു? വലത്തോട്ടാണ് പോകുന്നത്. പക്ഷെ ആ വലത്തോട്ട് എത്ര പ്ലേസ് നീങ്ങുന്നുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ആൾക്ക് എത്ര 0 ഉണ്ടെന്ന് നോക്കാം. അപ്പൊ 35.26 ഗുണിക്കണം 10 എന്ന ഒരു സംഖ്യ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 352.6. ഓക്കെ, അതായത് ഇവിടെ 35.26 ആയിരുന്നു. ഗുണിക്കുന്ന സമയത്ത് എങ്ങോട്ട് പോകുന്ന പറഞ്ഞത്? വലത്തോട്ട് പോകുന്നാണ് പറഞ്ഞത്. ഓക്കെ, എത്ര പ്ലേസ് വലത്തോട്ട് പോകുന്ന നമ്മൾ പഠിച്ചത്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ആൾക്ക് എത്ര 0 ഉണ്ടോ അത്രയും പ്ലേസ് ആണ് അങ്ങോട്ട് നീങ്ങുക. ഇവിടെ നമ്മൾ 10 ആണ് എടുത്തത്, 10 ആകെ ഒരു 0 ഉള്ളൂ. അപ്പൊ ഈ 35 കഴിഞ്ഞിട്ട് ഈ പ്ലേസ് എത്ര എണ്ണേ പോവുള്ളൂ? ഒരു പ്ലേസ് അങ്ങോട്ടേ മാറുള്ളൂ. അതായത് 2 മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? മറികടന്ന് എത്തുള്ളൂ അല്ലെ. അപ്പൊ അത് എന്താവും? നമ്മളുടെ ആൻസർ 352.6 എന്നാവും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 35.26 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിലോ? അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോവാ? ഇടത്തോട്ടാ വരിക അല്ലെ. ഇടത്തോട്ട് എത്ര പ്ലേസ് തന്നെയാണ്? നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ നമ്മൾ എടുക്കുന്ന ആൾക്ക് എത്ര 0 ഉണ്ടോ അത്രയും പ്ലേസ് ആണ് അങ്ങോട്ട് മാറുന്നത്. 10 എടുത്തപ്പം ഒരു 0 ഉള്ളൂ, അപ്പൊ ഒരു പ്ലേസേ മാറുള്ളൂ. ആൻസർ എന്താ വരിക? 3.526. ക്ലിയർ ആണേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വേറൊരു നമ്പർ എഴുതി നോക്കാം. ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 25.32 ഇൻറ്റു എന്താ തന്നത്? 100 തന്നു. അതേപോലെ 25.32 ഡിവൈഡഡ് ബൈ 100 എന്നും തന്നു. ഓക്കെ, ഈ കേസിൽ നമ്മൾ പറഞ്ഞു ഗുണിക്കുന്ന സമയത്ത് എങ്ങോട്ടാ പോകുന്നത്? വലത് ഭാഗത്തേക്ക് അല്ലെ. പക്ഷെ ഹരിക്കുന്ന സമയത്ത് എങ്ങോട്ടാ വരുന്നത്? ഇടത് ഭാഗത്തേക്ക്. ഇനി ഇവിടെ എത്ര പ്ലേസ് മാറും? 100 ആണ് എടുത്തത്. 100ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണ് ഉള്ളത്. അപ്പൊ എത്ര പ്ലേസ് ആണ് മാറുക? 2 സീറോസ് ഉള്ളത് കൊണ്ട് എത്ര പ്ലേസ് മാറും? 2 പ്ലേസ് മാറും. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ എന്താ വരിക? എങ്ങോട്ടാ പോവാ? ഗുണിക്കുന്ന സമയത്ത് വലത്തോട്ടാണ് അല്ലെ. അപ്പൊ 25.32 എന്ന് പറയുമ്പോൾ
നമുക്ക് എന്ത് വരും? 2532. ഓക്കെ, അതായത് എത്ര പോയിന്റ് അങ്ങോട്ട് പോയി? 3, 2, 1, 2 അല്ലേ? അപ്പൊ ഇവിടെയാണ് ഡെസിമൽ നിൽക്കുക. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ല. എങ്ങനെ തന്നെയാ കൊടുക്കുക? 2532 അങ്ങനെയാണ് പറയാറുള്ളത്. ഓക്കെ, പക്ഷെ അടുത്ത കേസിലോ 25.32 ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ഇടത്തോട്ടാണ് പോകുന്നത്. ഹരണമായതുകൊണ്ട് ഏത് ഭാഗത്തേക്കാ? ഇടത്തോട്ടാണ്. ഇനി എത്ര പ്ലേസ് പോകണം? 2 പ്ലേസ് ആണ് ഇങ്ങോട്ട് മാറേണ്ടത്. അപ്പൊ 25 അതിന്റെ മുന്നേ ആവും അല്ലെ? അതായത് 0.2532. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. കാരണം എന്താണ്? എത്ര പോയിന്റ് ആണ് അങ്ങോട്ട് മാറുന്നത്? എത്രയാണ് ഡെസിമൽ പ്ലേസ് മാറുന്നത്? 2 ആണ്. 2 സീറോസ് ഉള്ളത് കൊണ്ട്. അപ്പൊ 5 കഴിഞ്ഞ് 2 കഴിഞ്ഞ് അതിന്റെ മുന്നിലെത്തും. ഓക്കെ, 0.2532. ഓക്കെ ആണോ? അപ്പൊ നമ്മളുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡെസിമൽ നമ്പേഴ്സിന്റെ അഡീഷൻ അതേപോലെ സബ്സ്ട്രാക്ഷൻ, അതെങ്ങനെയാണ് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് അതേപോലെ കുറയ്ക്കുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.